അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പിയുടെ ഹൃദയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിലെടുക്കുന്ന 6 അടിസ്ഥാന പ്രോസസ്സുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് നമ്മൾ ജീവിതത്തിലോട്ട് പകർത്തി കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള, മാനസികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി, സുതാര്യത കൈവരിക്കാൻ പറ്റും. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട ടെക്നിക്കല്ല. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട് ഇതിന് പറയുന്ന പേരാണ് ഹെക്സാഫ്ലെക്സ്. മനസ്സിൻ്റെ ഒരു GPS പോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഹെക്സാഫ്ലെക്സ്. ഇതിലെ ഈ 6 അടിസ്ഥാന ഘടകങ്ങളുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്: സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. അതെന്താണ്? ഇപ്പോൾ ജീവിക്കുക, ഓപ്പണായിട്ടുള്ളൊരു മനസ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ. അതിൽ ആദ്യത്തെ നടുംതൂൺ ഏതാണ്? ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഭൂതകാലത്തല്ല, ഭാവിയിലല്ല, ഇപ്പോൾ ഇവിടെ. ചുറ്റുപാടിലേക്കൊന്ന് നോക്കുക, കാണാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. അടുത്തത് നടുംതൂൺ ഏതാണ്? ആക്സെപ്റ്റൻസ് ആണ്. അംഗീകരിക്കുക, വികാരങ്ങളോട് പോരാടുന്നത് അവസാനിപ്പിക്കുക. വേദന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, പക്ഷേ അതിനോട് പോരാട്ടുക എന്നുള്ളത് നമ്മുടെ ഐച്ഛികമായിട്ടുള്ളൊരു ചോയ്സാണ്. നിങ്ങളുടെ തലയിൽ ഇപ്പോൾ അരങ്ങേറുന്ന, നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വികാരത്തെ ഒന്ന് നോട്ടീസ് ചെയ്യാം. ജസ്റ്റ് നിരീക്ഷിച്ചാൽ മതി. മാറ്റാൻ നോക്കണ്ട, അത് കൂട്ടാനും കുറക്കാനും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കാം. അടുത്തതായിട്ട് ഡിഫ്യൂഷനാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ജീവിതത്തെ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഈ ചിന്തകളെ, നമ്മളിപ്പം മെയിൻ സ്വിച്ചിൽ നിന്ന് ഫ്യൂസ് ഊരി വെക്കാറുണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ഫ്യൂസ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുന്നത്. അതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളല്ല. നിങ്ങളെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഒരു കേവലം വാചകം മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്നു നോക്കുക. നിങ്ങൾ വിചാരിക്കുക, എനിക്ക് പഠിക്കാനൊന്നും കഴിയുന്നില്ല എന്ന് ചിന്തിക്കുമ്പം, നിങ്ങൾ ഈ ഒരു പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഈ ചിന്തയെ നിങ്ങളുടെ ജീവിതമാകുന്ന ഈ ഒരു ഇലക്ട്രിക് ഇതിലേക്ക് നിങ്ങൾ ഫ്യൂസ് ചെയ്ത് വെച്ചു. മറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. I am having the thought that എനിക്ക് വിജയിക്കാൻ പറ്റില്ല, എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന ഒരു ചിന്ത എൻ്റെ തലയിൽ അരങ്ങേറുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താവും? അതിൽ നിന്ന് ഡിഫ്യൂസ്ഡ് ആവും. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആസ് കോണ്ടെക്സ്റ്റ് എന്നാണ്. നിങ്ങൾ ആയിരിക്കണം ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം എന്നുള്ളത്. നിങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ, 2 നിങ്ങൾ കാണുന്ന നിങ്ങൾ. ചിന്തിക്കുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യാണ് നിങ്ങളുടെ ചിന്തകളെ. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതല്ല, മറിച്ച് ഈ ചിന്തിക്കുന്ന നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവറാണ് നിങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം ചോദിക്കുക സ്വന്തത്തോട്, എൻ്റെ തലയിൽ അരങ്ങേറുന്ന ഈ ചിന്തകളെ ആരപ്പം നോട്ടീസ് ചെയ്യുന്നത്? നിങ്ങളുടെ തലയിൽ ഇപ്പോൾ ഒരുപാട് ന്യൂസ് വായിച്ചിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ഒരുപാട് ചിന്തകൾ അരങ്ങേറുന്നുണ്ടാവും, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളുടെ പല ചിന്തകളും. ജസ്റ്റ് ഒന്ന് ആരപ്പം ഇത് നോട്ടീസ് ചെയ്യുന്നത്? അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകളെ നിങ്ങളിൽ ഡിറ്റാച്ച്ഡായിട്ട് നോട്ടീസ് ചെയ്യാം. എൻ്റെ തലയിൽ ഇങ്ങനെ ചിന്ത ഉണ്ട് അല്ലേ, ആ രീതി. അടുത്തതായിട്ട് ഈ ഒരു ആക്സെപ്റ്റൻസ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പിയിലെ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാവാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 3 മൂല്യങ്ങൾ ഒന്ന് അവിടെ എഴുതി വെക്കുക: കുടുംബം, ആരോഗ്യം, സേവനം. 6ാമത്തെ നെടുംതൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആക്ഷൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ചെയ്യുക എന്നുള്ളതാണ്. എത്ര കഷ്ടപ്പെട്ടാലും
ചെറിയ ചെറിയ പടവുകൾ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായിട്ട് ഇന്ന് എന്തൊരു ചെറിയ നടപടിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ വണ്ണം കുറക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഇപ്പോൾ ഈ നിമിഷം എന്തൊരു ചെറിയ ആക്ഷൻ നിങ്ങൾക്ക് അതിലെടുക്കാൻ പറ്റും? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള ഈ നിമിഷത്തിലേക്ക് തിരികെ വരിക. ഇപ്പോൾ നമ്മൾ എന്താണോ അനങ്ങേറുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വീകരിക്കുക. കമ്മിറ്റ്, നല്ലൊരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികളിൽ മുഴുകുക എന്നുള്ളതാണ്. ഇതിനെയാണ് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ്. അത് നമുക്ക് വഴി കാണിക്കും, പക്ഷെ പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് OPയിലൊക്കെ വരുന്ന പേഷ്യൻസിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സ്വീകരിക്കാം? ഒരു ഉത്കണ്ഠയുമായിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് അവരൊരുപാട് ചിന്തകളുമായിട്ട് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കാം, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം. ഇപ്പം വിഷാദവുമായിട്ട് വരുന്ന ആൾക്കാർ, അവർക്കൊരുപാട് അവരുടെ ജീവിത മൂല്യങ്ങളിൽ നിന്നൊക്കെ അവരകന്നിട്ടുണ്ടാവും. അവരെ മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കാം. ഒരുപാട് ക്രോണിക്കായിട്ടുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നവരുണ്ടാവും. ഈ രോഗങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം വരെ പഠിപ്പിക്കാം. ഈ ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പിയിൽ 6 സ്കില്ലുകളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി, സുതാര്യത, അതാണ് ആക്ട്. ഞാൻ നിങ്ങളോടൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുക. നിങ്ങൾ തലയിൽ ഒരുപാട് ചിന്തകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചിന്തിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. ഈ ഒരു ദിവസം നിങ്ങളെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക, നോട്ടീസ് ചെയ്യുക. പോരാടണ്ട, ജസ്റ്റ് ശ്രദ്ധിക്കുക.